കെ ഇ ഇസ്മായിൽ എന്ന കെ ഇ CPI-ക്കാർ വർഷങ്ങളായി 6 പതിറ്റാണ്ട് കാലമായി ഹൃദയത്തിലേറ്റിയ ഒരു പേരാണ്. 80 കഴിഞ്ഞ ഈ ഉന്നതനായ CPI നേതാവിനുള്ളത് 60 കൊല്ലത്തെ ഇടത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം. അണികൾക്ക് അന്നും ഇന്നും പ്രിയങ്കരനായ കെ ഇ ആണ്. പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ മുതിർന്ന നേതാവ് നടത്തിയ ചില പരാമർശങ്ങൾ കാരണം അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഈ സമ്മേളന കാലയളവിലെങ്കിലും അദ്ദേഹത്തെ തിരിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. ഇപ്പോഴിതാ CPI-യുടെ സംസ്ഥാന സമ്മേളനത്തിൽ വീണ്ടും പാർട്ടി സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ബിനോയ് വിശ്വം തന്റെ മറുപടി പ്രസംഗത്തിൽ കടുത്ത ആക്രമണമാണ് കെ ഇ ഇസ്മായിലിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. വേദിയിലിരിക്കാൻ കെ ഇ ഇസ്മായിലിന് ഇപ്പോഴും യോഗ്യതയില്ല. ഇസ്മായിലിനൊപ്പം പന്ന്യൻ രവീന്ദ്രനും സി ദിവാകരനും ഒക്കെ പ്രതിനിധി പട്ടികയിൽ നിന്നും ഒഴിവായി. എങ്കിലും അവർ ഇവിടെയുണ്ട്. കെ ഇ ഇസ്മായിൽ അങ്ങനെയല്ല. തുടർച്ചയായി പാർട്ടിയെ കുറ്റപ്പെടുത്തുകയാണ്. താൻ പോയി ചെന്ന് കണ്ട് സംസാരിച്ചിട്ടും കെ ഇ തന്റെ നിലപാട് തിരുത്തുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വഴി പാർട്ടിക്ക് പുറത്തേക്കായിരിക്കുമെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തുറന്നടിച്ചിരിക്കുകയാണ് ബിനോയ് വിശ്വം. ഇതിന് കെ ഇ ഇസ്മായിൽ നൽകിയ മറുപടി മുൻകാലത്ത് 2 വർഷം മുമ്പ് അദ്ദേഹം നൽകിയ മറുപടി ഇതേ മറുപടി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും നൽകാനുള്ളത്. തനിക്ക് 60 കൊല്ലത്തെ ഇടത് രാഷ്ട്രീയ അനുഭവമുണ്ടെന്നാണ് കെയുടെ മറുപടി പ്രസക്തമാണ്. ഉള്ള സഖാക്കളിൽ ഏറ്റവും സീനിയറായ ആൾ താനായിരിക്കും. പഴയ അനുഭവങ്ങൾ തനിക്കും ഒരു പിൻബലമാണ്. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ചർച്ചകളിലും തീരുമാനങ്ങളിലും മാറ്റം വരുമെന്ന് ആശ്വസിക്കുകയാണ് ഇപ്പോൾ കെ ഇസ്മായിൽ. എങ്കിലും അദ്ദേഹം ഉണ്ടാകും. അടുത്ത ദിവസം അവസാനിക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കാണിയായെങ്കിലും പങ്കെടുക്കാൻ. ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ ഗുരുക്കളിൽ ഒരാളായ വെളിയം ഭാർഗവിന്റെ കാലശേഷം പാർട്ടിയിലെ വിമത നേതാവിന്റെ വേഷമാണ് എപ്പോഴും കെ ഇക്ക് മറ്റു നേതാക്കൾ ചാർത്തി കൊടുത്തിരിക്കുന്നത്. മുൻ മന്ത്രി, രാജ്യസഭാംഗം, മുൻ സംസ്ഥാന സെക്രട്ടറി പല തവണകളിൽ, അങ്ങനെ വിവിധ നിലകളിൽ പാർട്ടിയിലും സംസ്ഥാന രാഷ്ട്രീയത്വം 60 വർഷമായി ഇസ്മായിൽ സജീവമായി തന്നെ രംഗത്തുണ്ട്. ദേശീയ നിർവാഹക സമിതി അംഗം എന്ന നിലയിൽ CPI-യുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ്. ഇതേ കെ ഇ ഇസ്മായിൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പദം ഒരിക്കലും അലങ്കരിച്ചിട്ടില്ല. അദ്ദേഹത്തെ അതിലേക്ക് എത്താൻ ആരും അനുവദിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം. താൻ CPI എന്ന പാർട്ടിയിൽ ആരാണെന്ന് കെ ഇ ഇസ്മായിൽ വ്യക്തമായി പറയുന്നുണ്ട്. തന്റെ അണികൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 1968 പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായ ആളാണ് താൻ. അന്ന് എസ് കുമാരനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അതിനുശേഷം MN ഗോവിന്ദൻ നായർ, N ബാലറാം, PKV, വെളിയം ഭാർഗവൻ ഇവരൊക്കെ സെക്രട്ടറിമാരായിരുന്നപ്പോൾ താൻ സംസ്ഥാന കൗൺസിൽ ഉണ്ടായിരുന്നു. PKV സെക്രട്ടറി ചെയ്തപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. താനും വെളിയം ഭാർഗവനുമായിരുന്നു അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ. സ്വാഭാവികമായും അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് CPI-യിലെ ഏറ്റവും മുതിർന്ന നേതാവ്. പിന്നീട് വെളിയം സെക്രട്ടറി ആയപ്പോഴും അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇടയ്ക്ക് 5 കൊല്ലം മന്ത്രിയായിരുന്നപ്പോഴാണ് സംഘടനാ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നത്. അതിൽ ചിലരൊഴികെ ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയെന്ന് കെ ഇസ്മായിൽ ഓർത്തെടുക്കുന്നു. PKV-യും വെളിയവും ചന്ദ്രശേഖരൻ നായരും അങ്ങനെ കാലയവനിക്കുള്ളിൽ മറഞ്ഞു. കുറച്ചുപേർ CPM-ന്റെ ഭാഗമായി പാർട്ടിയോട് വിട ചൊല്ലി. അങ്ങനെ പ്രവർത്തിയുടെ അനുഭവവും പാർട്ടി ബോധവും എത്രയോ ഉന്നതമാണ്. പക്ഷെ ഇപ്പോഴുള്ളത് ഒരു 3ാം തലമുറയാണ്, പുതിയ തലമുറ എന്നാണ് കെ ഇസ്മായിൽ വിശേഷിപ്പിക്കുന്നത്. 2ാം നിരയോ 3ാം നിരയോ ആണ് ഇപ്പോഴുള്ളത്. ആ കെ ഇയോടാണ് സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് CPI-യുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി, അല്ലെങ്കിൽ തന്റെ സ്ഥാനം പുതുക്കിയെടുത്ത സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്, തെറ്റുതിരുത്തിയില്ലെങ്കിൽ കെ ഇ ഇസ്മായിൽ പാർട്ടിക്ക് പുറത്താകുമെന്ന്. ഇസ്മായിലിന് മുന്നിൽ വാതിൽ തങ്ങളടക്കില്ല, പക്ഷേ അദ്ദേഹത്തെ അത് അകത്ത് കയറ്റില്ലെന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. കെ ഇ ഇസ്മായിൽ ഇനി പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾ ഷെയർ ചെയ്യരുതെന്നും അത്തരം പോസ്റ്റുകൾ മറ്റ് പാർട്ടി പ്രവർത്തകർ എടുത്ത് ഷെയർ ചെയ്യരുത് എന്നുമാണ് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പുതിയ പാർട്ടി സെക്രട്ടറി നൽകിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം. പക്ഷേ CPI-യുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കെ ഇ ഇസ്മായിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സസ്പെൻഷൻ ആയതിനാൽ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമൊന്നുമില്ല. പക്ഷേ സദസ്സിലിരുന്ന് മറ്റു കാണികളിൽ ഒരാളായി സമാപന സമ്മേളനം ഒന്ന് വീക്ഷിക്കണം. അതാണ് കെയുടെ ഒടുവിലത്തെ ആഗ്രഹം. സദസ്സിലിരുന്ന് വീക്ഷിക്കുന്നതിനൊപ്പം അവസാന സമാപന സമ്മേളനത്തിന്റെ പ്രകടനത്തിൽ ഒരാളെ പങ്കെടുക്കാനും കെയ്ക്ക് ആഗ്രഹമുണ്ട്. ഓർക്കണം, 60 വർഷത്തിലേറെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള CPI തന്നെ ഏറ്റവും മുതിർന്ന നേതാവ്. അദ്ദേഹത്തോട് കാണിക്കുന്ന CPI ഇങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയുടെ ഭാവി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച